കോൺഗ്രസിന്റെ സാധ്യതാ പട്ടിക പുറത്ത് വയനാട് രാഹുൽ വീണ്ടും മത്സരിച്ചേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനും സാധ്യത. വടകര മണ്ഡലത്തിൽ കെ മുരളീധരനും സാധ്യതാ പട്ടികയിൽ. ഇവരുമായി ചന്തു ചന്ദ്രശേഖർ ചിരികയാണ്. ചന്തു, ഈ സാധ്യതാ പട്ടികയിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായും എംപിമാരെ തന്നെ, സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പേര് മുൻതൂക്കം. ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, പത്തനംതിട്ടയിൽ 2 പേരുകൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. അത് ആന്റോ ആന്റണിയുടെയും അബിൻ വർക്കിയുടെയും പേരാണ് പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ A ഷുക്കൂർ എന്നിവരുടെ 3 പേരുടെ പാനൽ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളം ഹൈവി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, ചാലക്കുടി ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, കോഴിക്കോട് MK രാഘവൻ, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ VD സതീശൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ വയനാട് എത്താനുള്ള സാധ്യതയാണ് അപ്പോൾ സ്വാഭാവികമായും കാണുന്നത്. കണ്ണൂരിൽ K സുധാകരന്റെ മണ്ഡലമായ കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അറിയിച്ചിരിക്കുന്നത്. അവിടെ K സുധാകരൻ തന്നെ K ജയന്തിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. കൂടാതെ VP അബ്ദുൾ റഷീദിന്റെ പേരും കണ്ണൂരിൽ പരിഗണിക്കുന്നുണ്ട്. വടകരയിൽ K മുരളീധരനും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും മത്സരിക്കും. എന്തായാലും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു പാനൽ തയ്യാറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ കണ്ണൂർ മണ്ഡലത്തിലെ K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം ACC നേതൃത്വം ഹൈക്കമാൻഡ് ഏത് തരത്തിലുള്ള തീരുമാനം സ്വീകരിക്കുമോ അതനുസരിക്കുമെന്നാണ് K സുധാകരൻ പറഞ്ഞതിന്. പിന്നീട് അദ്ദേഹം തന്നെ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നുള്ള സൂചന നൽകിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ K സുധാകരൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത് വലിയ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലും ഒരു വിഭാഗം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? നിലവിൽ K സുധാകരൻ മത്സരിക്കില്ലെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു കർശന നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ ചിലപ്പോൾ മത്സരിക്കുന്നതിനുള്ള സാധ്യത കാണും. നിലവിൽ KP സൂചിപ്പിച്ചതുപോലെ കണ്ണൂരും ആലപ്പുഴയുമാണ് ഈ സീറ്റുകൾ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണ ആകാനുള്ളത്. അതിൽ കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കില്ല എങ്കിൽ ജയന്തിന്റെ പേര് കണ്ണൂരിൽ സുധാകരൻ തന്നെ നിർദ്ദേശിക്കുന്നു. മറിച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് പാർട്ടിക്കുള്ളത്. അതല്ല എങ്കിൽ അവിടെ ഒരു പാനൽ വരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിന് മുൻഗണന നൽകുന്നുണ്ട്. A ഷുക്കൂറിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂരും ആലപ്പുഴയും സംബന്ധിച്ചാണ് ഇനി അന്തിമ തീരുമാനമാകാനുള്ളത്. വയനാടിൽ രാഹുൽ ഗാന്ധി എത്തും എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കണ്ണൂർ സുധാകരൻ എന്തായാലും മത്സരിക്കുന്നില്ല എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി 2-ാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായാൽ K സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും K സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. വയനാട് രാഹുൽ വീണ്ടും മത്സരിച്ചേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശശി തരൂരും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനും സാധ്യത. വടകര മണ്ഡലത്തിൽ K മുരളീധരനും സാധ്യതാ പട്ടികയിലുണ്ട്. വിവരങ്ങളാണ് ചന്തു ചന്ദ്രശേഖർ നൽകിയത്.